എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം. വാരഫലത്തിൽ നാം ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് 2025 ജൂലൈ മാസം 8-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. 1200 മിഥുനമാസം 24-ാം തീയതി മുതൽ 32-ാം തീയതി വരെയുള്ള 8 ദിനങ്ങളിലേക്കുള്ള ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. കാരണം മിഥുനമാസം 32-ാം തീയതി സംക്രമമാകുന്നു. പിന്നീട് കർക്കിടകം 1 ആരംഭിക്കുകയാണ്. അതായത് ജൂലൈ മാസം 17-ാം തീയതി മുതൽ കർക്കിടക മാസാരംഭമാകുന്നു. ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ്. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി. ഇവിടെ കർക്കിടകം രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ബുധൻ നിൽക്കുന്നു, 2-ാം ഭാവത്തിൽ ചൊവ്വ, കേതു, 5-ാം ഭാവത്തിൽ ചന്ദ്രൻ, അഷ്ടമത്തിൽ രാഹു, 9-ാം ഭാവത്തിൽ ശനി, 11-ാം ഭാവത്തിൽ ശുക്രൻ, 12-ാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും. ഇവിടെ കർക്കിടകം രാശിക്കാർക്ക് സന്താന വിഷയത്തിന് അനുകൂലമായ സമയമാണ്. 5-ൽ ചന്ദ്രൻ നിൽക്കുന്നു. അതിനാൽ ഗർഭം ധരിക്കാൻ, ഗർഭിണികളാകാൻ, അല്ലെങ്കിൽ അതിനു വേണ്ട ചികിത്സകൾ ചെയ്യാനൊക്കെ അനുകൂലമായ ഒരു സമയമാണ്. ലഗ്നത്തിൽ ബുധനുണ്ട്. മെഡിസിൻ എടുക്കേണ്ടുന്ന സമയമാണ് ലഗ്നത്തിൽ ബുധൻ വരുമ്പോൾ. തൻ്റെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ലേശം ബുദ്ധിമുട്ട് വരും. പലപ്പോഴും ഏറ്റവും അധികം കൺസൾട്ടൻസിന് ശോഭിക്കാൻ പറ്റുന്ന വാരമാണിത്. അവർ തങ്ങളുടെ സൂക്ഷ്മമായ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ അനുകൂലമായി ചെയ്യുകയാണെങ്കിൽ സാമ്പത്തികമായി വളരെയധികം ഗുണങ്ങൾ വരും. പക്ഷേ താൻ സമ്പാദിക്കുന്ന ധനത്തിനെ പറ്റി വളരെയധികം ജാഗ്രത വേണം. കർക്കിടക രാശിക്കാർക്ക് ധനാധിപനായ സൂര്യൻ നിൽക്കുന്നത് വളരെ ദുർബലമായി 12-ാം ഭാവത്തിലാണ്. അതിനാൽ ധനവിഷയത്തിൽ അച്ചടക്കം പാലിക്കണം. 2-ൽ ചൊവ്വയുമുണ്ട്. 2-ൽ ചൊവ്വ വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഫലം തന്നെ എന്താണ്? യഥാ ത്രായതേ മർക്കട കണ്ഠഹാരം പുനഃസന്മുഖം കോ വ്രജേത് വാദഭഗ്ന. വാദത്തിൽ പരാജയപ്പെടുന്ന വ്യക്തി പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. ശത്രുവിനെ നശിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും 2-ാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോൾ. ഇവിടെ വാക്പതി 12-ലുമാണ്. അതിനാൽ വാക്ക് വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കുക. കുരങ്ങിന് മാല കിട്ടിയതുപോലെയായിരിക്കും തൻ്റെ ധനമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് 2-ൽ ചൊവ്വ വരുമ്പോൾ. അതിനാൽ സാമ്പത്തിക അച്ചടക്കം നിർബന്ധമായും പാലിക്കേണ്ടിയിരിക്കുന്നു കർക്കിടകം രാശിക്കാർ. അസമയത്തുള്ള യാത്ര, പ്രത്യേകിച്ച് രാത്രി യാത്ര വളരെ ശ്രദ്ധിക്കുക. രാത്രി യാത്രയിൽ തനിക്ക് വളരെയധികം ക്ലേശങ്ങൾ വരും. അതിന് കാരണം കർക്കിടകം നിശാരാശിയാണ്. അവിടെ 12-ൽ ആദിത്യൻ നിൽക്കുന്നു. നല്ലൊരു യോഗമല്ല. രവിർ ദ്വാദശേ നേത്രദോഷം കരോതി, തനിക്ക് കണ്ണിന് രോഗമുണ്ടാകും. സ്ഥിതിയലിപ്സിയ ലീയതേ ദേഹദുഃഖം, തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി താൻ ധാരാളം സഞ്ചരിക്കും. പകലും രാത്രിയുമില്ലാതെ കഠിനാധ്വാനം ചെയ്യും. പിതൃവ്യാപതോ ഹാനിൽ അധ്വപ്രദേശേ, വഴിയിൽ വെച്ച് തനിക്ക് അപകടങ്ങൾ ഉണ്ടാകാം. രാത്രി യാത്ര വളരെ ശ്രദ്ധിക്കുക. പിതൃവ്യാനാം ആപദ, സൂര്യൻ പിതൃകാരകനാണ്. അച്ഛൻ മുതലായവർക്ക് ആപത്തുണ്ടാകും 12-ൽ സൂര്യൻ നിൽക്കുമ്പോൾ. അതിനാൽ പിതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ഈ വരുന്ന ദിനങ്ങളിൽ ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ നക്ഷത്രത്തിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം കർക്കിടക രാശിക്കാർക്ക് 9-ാം ഭാവം പിതാവിനെ പറ്റി ചിന്തിക്കേണ്ടുന്ന വ്യാഴം ദുർബലമായി 12-ൽ നിൽക്കുന്നു. 12-ൽ സൂര്യനുമുണ്ട്. അതിനാൽ മിഥുനമാസം കഴിയുന്നത് വരെ 16-ാം തീയതി വരെ വളരെയധികം അച്ഛനും അച്ഛൻ്റെ സഹോദരങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ നിർബന്ധമായും നാട്ടിലടുത്തുള്ള ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൽ അവിടെ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, കൂവളമാല, ജലധാര വഴിപാടായി ചെയ്യുകയാണെങ്കിൽ ദോഷങ്ങൾക്ക് വളരെയധികം പരിഹാരം കാണാവുന്നതാണ്. അപ്രകാരം രക്ഷസിന് പായസമുള്ള ക്ഷേത്രങ്ങളിൽ ബ്രഹ്മരക്ഷസിൻ്റെ പേരിൽ കർക്കിടക രാശിക്കാർ ഒരു പായസം, അതിമധുരത്തിൽ പായസം ചെയ്യുന്നത് വളരെയധികം ഗുണപരമായി തീരുന്ന വാരമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട കർക്കിടക രാശിക്കാർക്ക് ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.